വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഈ കുട്ടിക്ക് ഇതിനുള്ള അധികാരം ആരാ കൊടുത്ത്? ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആര് അധികാരം കൊടുത്തു? എന്താ ഗോവിന്ദൻകുട്ടി കുട്ടിയൊന്നും മിണ്ടാത്ത? അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസത്ത് സ്ത്രീകളെ. അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞ. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില? അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണോ വില? പറയൂ. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു. ഈ ഞാനൊരു അസത്ത, ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ള സംസർഗവും അത്തരം ആൾക്കാരുമായിട്ടായിരിക്കും. എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതാരും സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോ? ഇല്ല. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് തരണം. ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്നും പറഞ്ഞല്ലോ ഗോവിന്ദൻകുട്ടി. എന്നെക്കാളും പ്രായം കൂടിയ ഒരാളുടെ മുഖത്തടിക്കുക ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഗോവിന്ദൻകുട്ടി തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഈ കുട്ടി മിണ്ടിട്ടില്ല. അതെന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ടാ. കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് മരിച്ചു പോയതാ എന്റെ അമ്മ. അമ്മയുടെ പേരോ നാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ട. അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. ഞാൻ അടിച്ചു പോയതാ. വേണ്ട, കരയണ്ട ഗോവിന്ദൻകുട്ടി. കുട്ടി കരയണു. കുട്ടി ഇതിന്റെ ഞാൻ പറയണ കേൾക്കും. അതായത് കരഞ്ഞ് വെറുതെ എന്താ ഉണ്ടായാവും. ആ കുട്ടിയെയും തമ്പുരാൻ ഇറക്കാം. അതിനുള്ളൊരു ഏർപ്പാട് വേണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവരോട് താമസിച്ചോട്ടെ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇറക്കണ്ടെന്ന് അവരോട് താമസിച്ചോട്ടെ. തമ്പുരാൻ, തമ്പുരാന് കോടി പുണ്യം കിട്ടും. പുണ്യം വേണ്ട, അതോ ആ കുട്ടിക്ക് കൊടുത്തേക്കൂ. അപ്പൊ അമ്മായി ഏത് അമ്മായിയെ? അമ്മായിയുടെ 28. ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്നാൽ ചവിട്ടും തന്നെ ഞാൻ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശാ മുട്ടിയിരിക്കുകയാണെന്ന്. പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ? എന്തെങ്കിലും എപ്പോഴോ ചുമ്മാ ഭഗവാനീ ശരണം. ഇറങ്ങണ്ടാന്ന് തമ്പുരാൻ പറഞ്ഞു എന്ന് കേട്ടപ്പോ ഒരാശ്വാസം. കുട്ടി അയാൾ ആളൊരു മനസ്സുള്ളവനാ. എനിക്ക് വയ്യ. ഈ 2 പല്ലൊന്ന് പിഴുത് കളഞ്ഞിരുന്നെങ്കിൽ പാലക്കാടോ. എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? നാക്ക് കുഴയണു. ഷീന്ന്. അതോ നിശ്ചയില്ലാത്ത വല്ല രാഗവും പാടിയോ? ഒന്നങ്ങോട്ട് വെച്ചേരും ഞാൻ. എനിക്ക് വേദനിച്ചിട്ട് വയ്യ. പാലക്കാടോ പട്ടാമ്പിയിലോ പോയി അതൊന്നും ശരിപ്പെടുത്തണ വെച്ചാ കയ്യിലൊരു ദമ്പടിയില്ല. കുട്ടിയുടെ കയ്യിൽ നീക്കിയിരിപ്പോലും കാണുമോ? അയ്യോ, ഇന്നലെ പറയായിരുന്നില്ലേ ഉണ്ടായിരുന്നൊരു 20 ലക്ഷം കൊണ്ടേ ബാങ്കിലിട്ടു. ഇനിയിപ്പോ പെട്ടെന്ന് ചെന്ന് അതീതത്തിൽ എടുക്കാന്ന് പറഞ്ഞാ കുറച്ചിലല്ലേ? എന്താ കഥ? എന്റെ സമയദോഷം എന്നല്ലാണ്ട് സുബ്ബലക്ഷ്മിയുടെ കയ്യിൽ പോലും ചില്ലറയില്ലാന്ന് വെച്ചാ. എന്റെ ചെമ്മാങ്കുടി, ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നത് കുളത്തിൽ പോയിട്ട് വർഷം 1 ആവണു. മൂക്കിലെ തൊളയടഞ്ഞു. ഒരു നുള്ളു പൊന്നിലൊരു മൂക്കുത്തി പണിയിട്ടിടാൻ കഴിയില്ല. അപ്പഴാ 2 പഴഞ്ചാസ് പല്ലിന്റെ കാര്യം. അതേ, ഒരു കൊടിന് കിട്ടിയാ ഞാൻ പറിച്ചു തരുന്നുണ്ട്. പാലക്കാടും പട്ടാമ്പിയിലും ഒന്നും പോണ്ട. എന്താ കുട്ടിയത്? തമ്പുരാന്റെ ദർബാറില് കള്ളുസഭ. പ്രശ്നം മംഗലം പ്രേമിച്ചോ മംഗലത്തെ ആരെങ്കിലും പ്രേമിച്ചോ എന്നതല്ല. നമുക്കത് വിടാം. പ്രശ്നം മംഗലത്തിന്റെ പാട്ടാണ്. മംഗലം മര്യാദയ്ക്ക് പാട്. ഇനിയും താൻ പാടിയില്ലേ ഞാൻ തന്നെ തല്ലും. പാട്. പാടാൻ തമ്പുരാന്. എല്ലാരും സൈലന്റ്. മംഗലം പാടാൻ പോണു. പെട്ടിയെവിടെ? പെട്ടിയോ? എന്ത് പെട്ടി? ഹാർമോണി പെട്ടി. അതെന്തിനാ? അതെന്തിനാണോ? ഹാർമോണിപ്പെട്ടില്ല എനിക്ക് പാടാൻ പറ്റില്ല. ഹാർമോണിയം വായിക്കാത്ത പാട്ടില്ലേ? അങ്ങനെയുള്ള പാട്ട് മതി. എടോ വിവരക്കേട് പറയരുത്. ഹാർമോണിയം ഇല്ലാതെ എനിക്ക് പാടാൻ പറ്റില്ല. ഞാനൊട്ട് പാടൂല്ല. ശരി, എവിടെ കിട്ടും ഒരു ഹാർമോണിയം?
എവിടെ കിട്ടേ ഒരുപാട് ലേറ്റ് നമുക്ക് നാളെ പാടാം ഒറ്റ ചവിട്ടിയെ പറ്റിയൊന്നുണ്ടല്ലോ ഹാർമോണിയം ഇല്ലാതെ നിനക്ക് പാടാൻ വെക്കൂലടാ. കുറച്ച് പ്രയാസ കേട്ടോ. ബ്രദർ ഹിയർ ശ്രദ്ധിക്കൂ, ഞാൻ ഹാർമോണിയം തരാം. തരാൻ എവിടുന്ന്? തമ്പുരാൻ, കൃഷ്ണവർമ്മ തമ്പുരാന്റെ കയ്യിൽ ഒരു ഹാർമോണിയം ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ അത് ശരിയാവില്ല, അത് പഴയത് ഓൾഡ്. അത് ശരിയാകും. അയ്യേ പാടാൻ പോകുന്ന തനിക്കുമില്ല കുറെ പഴക്കം. പാടാൻ പോണ പാട്ടും പഴയതല്ലേ. തന്നെ കൊണ്ടുവന്ന് പാടിച്ചിട്ടേ വിടൂ. നമ്പിശല്ലേ, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. താൻ എവിടെ പോന്നോ? അല്ല പെട്ടി. പെട്ടി വരൂ. അയ്യോ, അത് മാത്രം ചോദിക്കരുത്, തരാൻ നിവൃത്തിയില്ല. ഞാനിത് എന്റെ ജീവനെ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധിയാ. 6 ബ്രാം പറഞ്ഞയച്ച തന്നെ തമ്പുരാന് ഇഷ്ടങ്ങൾ ഉണ്ടാക്കണോ? ഓഹോ, തമ്പുരാനെ നിങ്ങൾ നമ്പറും ഇട്ടോ? 6 തമ്പുരാൻ. കളിയാക്കണ്ട, ഞങ്ങൾക്ക് ആ മനുഷ്യൻ കാണിമംഗലത്തെ 6 തമ്പുരാനാ. ഈ താവളിയിലുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ പെങ്ങളുടെ മക്കളെ പോലെ പെരട്ടയല്ല. എന്താ തമ്പുരാനെ, ഹാർമോണിയെ പറ്റി തരില്ലല്ലേ? എന്നോട് വിഷമം തോന്നരുതെന്ന് പറയൂ തമ്പുരാനോട്. ഇതൊഴിച്ച് അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ആരാ സംഗീത വിദ്വാൻ ഹാർമോണിയം വായിച്ചു പാടാൻ? നമ്പീശൻ നിക്കണ്ട, കള്ളുകൂടിയന്മാരുടെ സഭ കൊഴിപ്പിക്കാൻ അച്ഛന്റെ ഹാർമോണിയം കിട്ടില്ല. അത് ശരി, അങ്ങനെ പറഞ്ഞു അല്ലേ? ശരി. അല്ല തമ്പുരാൻ, ഞാനൊന്ന് പോവാ, ഞാൻ വാങ്ങിട്ട് വരാം. വേണ്ട, ഈ മംഗലം രക്ഷപ്പെട്ടു. എനിക്ക് അതിലാ സങ്കടം. നമുക്ക് വേറെ പുതിയ ഒരെണ്ണം വാങ്ങിക്കാം അല്ലേ നമ്പീശ? എന്നാലും ആ കൃഷ്ണ ഓർമ്മയുടെ ഒരു അഹന്തേ തമ്പുരാന്റെ ഔദാര്യത്തില് ഇവിടെ കഴിയണെന്ന നന്ദിയായി കാട്ടിയത്. മറ്റടുത്തൊരു പീലപ്പെട്ടി. അതൊക്കെ വീടന്റെ ശാരടി മാഷെ. പൊട്ടട്ടെ, അടുത്ത റൗണ്ട് മയക്കുപിടി. പിള്ളേ പൊന്നിന് മൂടി ചന്തക്കാരിയായി നടക്കാനുള്ള മോഹമൊന്നുമല്ല. അത്താഴപ്പഷ്ണിക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം? ഒക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. 1, 2 കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു. കഷ്ടകാലത്തിന് അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തുള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിൽ തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് ഭൂതക്കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമായെ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ? ഷോ, നിന്ന നിലയിലങ്ങോട്ട് ഉരുകിപ്പോയി നാണം കെട്ടിട്ട്. ദേ, നീ കേക്കണ്ടോ? 5 തോല പൊന്നില് കാപ്പുണ്ടാക്കണ കാര്യമല്ല പറയണേ. ദാ ഇത്തിരി, ഒരു നുള്ളു പൊന്ന്, അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി, അത്രയും മോഹിക്കണുള്ളൂ. ആരോട് പറയാനാ? ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, സദാ നേരം ഒരു പൊട്ട ഹാർമോണിയത്തിന് മേലെ കമിഴ്ന്ന് കിടപ്പാ പണി. ആ കുന്ത്രാണ്ട് ഇവിടെ നിന്ന് എന്ന് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും എല്ലാരും. കടലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാണ്ടി പിള്ളേർക്ക് കൊടുക്കണം എടുത്തിട്ട്. ഒരു ബാല്യക്കാരി കുട്ടിയാണ്. അതിന് വല്ല ചാന്തോ പൊട്ടോ 4 കുപ്പിവളയോ എന്തെങ്കിലും ഈ കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഇരുന്നോളും അനങ്ങാ പറയായിട്ട്. എന്റെ തലയിലെഴുതു, ആരോട് പറയാനാ? എന്താ, നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, അങ്ങനെ ഒരു സിനിമാ കളിയുണ്ട്. ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു, ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. നീ കുറിഞ്ഞി ഇങ്ങോട്ട് പോരെ. ക്ഷമാങ്കൂടി സാധകം ചെയ്യണ നേരാ, ശല്യപ്പെടുത്തണ്ട. ഒന്നും വാങ്ങി തരണ്ട, 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ? അതും ഇല്ല. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ? എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ. പിന്നെ എന്തിനാ ഇതും പേറി വന്നത്? ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല. അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസം ഓരോ കമ്പാണ്. ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി, ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണ്ണില. എന്താ എടുക്കാനുണ്ടാ ഒരെണ്ണം? എന്നോട് അലോഹ്യൊന്നും തോന്നരുത്. ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇത്തിരി പണം തരിക. ഇന്നലെ പറഞ്ഞ എന്താ, ഇതൊരു അമൂല്യ നിധിയാണ്, ഞാൻ ആരെ കൊണ്ടും തൊടിയിക്കില്ല എന്നൊക്കെ അല്ലേ? ഉവ്വ പറഞ്ഞു. പണത്തിനൊരു അത്യാവശ്യം.
ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യിൽ വിൽക്കാൻ. എന്തായാലും സൗണ്ട് ഒന്നും ഇല്ലേ? അത് ഇങ്ങനെ ആക്കണം. എന്നാ ആക്കൂ. എന്താ പ്രതീക്ഷിക്കണേ വില? അത് ഒരു 1000 റുപ്യ. 1000 റുപ്യ? എന്താ തമ്പുരാൻ, ഈ ജാമ്പവാന്റെ കാലത്തെ സാധനത്തിന് 1000 റുപ്യ? 1000 റുപ്യക്ക് 1 ലിറ്റർ സ്കോച്ച് കിട്ടും. അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട്. എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കേട്ടോ. എന്തിനല്ലേ ഒരു സാമാന്യ നിയമം ഒരു 750 രൂപ? എന്താ? അത് തികയില്ല. കൊണ്ടുവയ്ക്കുള്ളൂ, എനിക്ക് വേണ്ട. ഒരു സഹായമായിട്ട് കരുതി. അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല. സ്വർണം വല്ലതുണ്ടേ കൊണ്ടുവരൂ. വിലയായിട്ടോ പണയമായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം. ഒരു നിർധനാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ശരി, 900 രൂപ അവസാനത്തെ വില. ഇനി പേശലില്ല. ഇഷ്ടം. തരൂ. ബാക്കി തരാൻ എന്റെ ഇല്ല. ഞാൻ വാങ്ങിച്ചോളാം, മറക്കാതിരുന്നാ മതി. ഇല്ല, വലിയ ഉപകാരം. സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ. എന്താണാവോ? മയക്കുവെടി ഒരു റൗണ്ടാവല്ലേ? അയ്യോ ഇല്ല, ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല. ക്ഷമിക്കണം. ഓക്കെ. പിന്നെ വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ കൂടെ ആവാട്ടോ. അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട്. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ. ഓ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. അച്ഛന്റെ കുട്ടി ഇതൊന്ന് മൂക്കിലണിഞ്ഞിട്ട് വരൂ. ഒന്ന് കാണട്ടെ അച്ഛൻ. മുഖം തിരിച്ച് ഇതിലേക്ക് നോക്കുക. ഇഷ്ടായില്ല അച്ഛൻ മാറ്റി വാങ്ങാം. എനിക്ക് കാണണ്ട. കുട്ടി ഒന്ന് നോക്കുക. വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു? ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ. ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണം? അതിന് അച്ഛന്റെ ഹാർമോണിയം വിൽക്കണമായിരുന്നോ? ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയണ കേട്ടിട്ട് ആ ഹാർമോണിയം വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്നല്ലാതെ എനിക്കറിയാം, നന്നായിട്ടറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം. ഓ, അതിലെന്താ അത്ര ബന്ധം? ഈ ഭൂമിയിൽ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രം. അതിലും വലുതാ ആ പഴയ ഹാർമോണിയം. അതും വായിച്ച് കളഞ്ഞ കാലം 4 ചൂട് തെങ്ങിന് തടം കോരായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരുപാട് ദുഃഖ ദൈവം തന്നത്. അതിനിടയിൽ ഒരു ഇത്തിരി സന്തോഷം പങ്കുവെക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ഉള്ളിൽ കരഞ്ഞും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട. എന്താ എന്റെ ശിവനെ ഞാനിനി വേണ്ടേ? എന്താ അപ്പത് കാണിക്കണേ? പാലക്കാട് കൊണ്ടുപോയി പല്ലെടുപ്പിക്കാൻ കരുതി വെച്ചതായിരുന്നു. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂ. വേണ്ട മോളെ. വേണം. അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് പൊന്നണിഞ്ഞ് നടക്കണ്ട. അത് തിരിച്ചു വാങ്ങണം. മോളെ, പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക. ഉണ്ണിമായ പോവും ഇപ്പൊ ഈ രാത്രിയില്. എന്താ തമ്പുരാട്ടി ഇവിടെ? അസത്ത് ജാതികളുടെ ദർബാറാണിത്. കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും ഫലമില്ല. എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം. അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? നിങ്ങൾ അച്ഛനും മകളും കൂടെ ആളെ കളിയാക്ക? ഒരാള് വിൽക്കാൻ കൊണ്ടുവരാ, അതിനെ പറയാ മറ്റൊരാൾ വാങ്ങാൻ വരിക. എന്താ ഇത്? അച്ഛനൊരു അബദ്ധം പറ്റി. അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് വീണ്ടും ഇവിടേക്ക് വരാനുള്ള മനപ്രയാസം. അതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങൾ വന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത? ആര് വന്നിട്ടും കാര്യമില്ല, ഞാനിത് തരില്ല. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അതിന്റെ വില നിങ്ങൾക്ക് അറിയില്ല. ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു. കണക്ക് പ്രകാരം തമ്പുരാൻ 100 മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്.
പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിനൊരു വിലയുണ്ട്. അതെന്താണാവോ? പണത്തിന് മീതെ പരുന്തോ കാക്കയോ അങ്ങനെന്തോ പറക്കാറില്ല, അങ്ങനെ അതുമല്ലാണോ? എനിക്ക് പോണം. ആ ഹാർമോണി കൊണ്ടുപോയി എനിക്ക് അച്ഛന് കൊടുക്കണം. തരില്ല എന്ന് ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഷ്ട്രഭാഷയെ പറയണോ? ഏ ഹാർമോണിയം നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോവുക? ഞാൻ ശബ്ദം ഉണ്ടാക്കി രസിക്കും, എന്നിട്ട് അത് മടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും, എന്നിട്ട് ഇങ്ങനെ 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 കൊത്തി നുറുക്കിയിട്ട് പുഴുങ്ങി തിന്നെന്ന് വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആയിക്കോളൂ, എന്താ ആയിക്കോളൂ. കുരങ്ങിന്റെ കയ്യില് പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാം. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തു ആവും. പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം, വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും. ആ